എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ സമൂഹം, കേരളത്തിലെ യുവതലമുറ അല്ലെങ്കിൽ പുതിയ വളർന്നു വരുന്ന പുത്തൻ തലമുറ ഇന്ന് നേരിടുന്ന ഒരു വലിയ വിപത്ത് അല്ലെങ്കിൽ വലിയ വെല്ലുവിളിയാണ്. നവോത്ഥാന കേരളം എന്നൊക്കെ നമ്മൾ പറയുന്ന കേരളത്തിലെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ മറ്റ് പ്രദേശങ്ങളുടെ കാര്യങ്ങളിലോട്ട് നമുക്ക് തൽക്കാലം നോക്കണ്ട. അതായത് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതൽ മേലോട്ടുള്ള കുട്ടികൾ സ്കൂളിൽ പോയി വരുമ്പോൾ അവരുടെ സ്കൂൾ ബാഗുകളിൽ തന്നെ കഞ്ചാവ് മുതലായ ലഹരി വസ്തുക്കൾ കാണപ്പെടുന്നുവെന്നുള്ള ഒരു സത്യാവസ്ഥ ഇന്ന് നിലനിൽപ്പുണ്ട്. ഇത് വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. ഇത് നിയന്ത്രിക്കാനായിട്ട് സർക്കാർ തലത്തിൽ എന്നല്ല സാമൂഹ്യ തലത്തിലും വളരെയധികം നിയന്ത്രണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബോധവൽക്കരണ ക്ലാസ്സുകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടൊരു പരിധിവരെ ഫലമുണ്ട്, ഫലമില്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതെല്ലാം കതിരയിൽ നമ്മൾ വളം വയ്ക്കുക എന്ന് പറയുന്നില്ലേ, അതുകൊണ്ട് അതുപോലെയാകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം എങ്ങനെയാണ്? ഇത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ 7ാം ക്ലാസ് 8ാം ക്ലാസ് ആകുന്ന കുട്ടികളുടെ ബാഗിലാണ് ഇതൊക്കെ കാണുന്നത് എങ്കിൽ അതുണ്ടാകാതെ ഇരിക്കണമെങ്കിൽ കുട്ടികൾ ചെറുപ്പം മുതലേ, അതായത് അവർ സ്കൂളിൽ പോകാൻ തുടങ്ങുന്നത് 6 വയസ്സ് ആകുമ്പോഴാണ്. അതായത് ഒരു കുട്ടിയുടെ ബോധമണ്ഡലം തലച്ചോറ് ഉറയ്ക്കുന്നത് 6ാമത്തെ വയസ്സാണല്ലോ. അപ്പോൾ മുതൽ അവനെ നിയന്ത്രിക്കുന്ന മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ ഇതിൽ ശ്രദ്ധിച്ചു പോയാൽ മാത്രമേ അതിന് സാധ്യമുള്ളൂ. നമുക്കറിയാം, ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് അവന് ലഭിക്കുന്ന അറിവ് 25% അവന് അക്കാഡമിക് അറിവിൽ നിന്നും കിട്ടുന്ന അറിവ്. അതായത് സ്കൂള് കോളേജുകളിൽ നിന്നും കിട്ടുന്ന അറിവ്, അവൻ്റെ ആകെ അറിവിൻ്റെ 25% അവൻ്റെ ജീവിത അനുഭവങ്ങളുടെ. ബാക്കി 25% അവൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും അവൻ നേടുന്നു. അവൻ വിവിധ സ്വഭാവമുള്ള പല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന പല വ്യത്യസ്തമായ പ്രവർത്തന രീതിയുള്ള ചിന്താരീതിയുള്ള വിദ്യാർത്ഥികളുമായിട്ടാണ് അവൻ ഇടപെടുന്നത്. ആ കുട്ടികളിൽ നിന്നും കിട്ടുന്ന അറിവ് 25%. പിന്നെ അവൻ്റെ സ്വബോധത്തിൽ നിന്നും സ്വന്തം ബുദ്ധിയിൽ നിന്നും അവൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന അറിവുണ്ട്. അതായത് ഒരു കുട്ടി സ്വന്തം ബുദ്ധി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല ഉദ്ദേശിക്കുന്നത്. അവൻ ചെറുപ്പത്തിൽ ജനിക്കുമ്പോൾ തന്നെ അവന് ജന്മാർജിതമായ ഒരു ബുദ്ധിയുണ്ട് അവന് കിട്ടിയിരിക്കുന്നത്. ആ ബുദ്ധി കൂടെ അവൻ വികസിപ്പിച്ച് എടുത്താൽ 75%. പിന്നെ അവന് 25% ബാക്കിയുള്ളത് അവൻ്റെ ഈ സമൂഹത്തിലെ അവൻ്റെ ജീവിത അവസ്ഥയിൽ ജീവിത അനുഭവങ്ങളിലൂടെ അവൻ നേടിയെടുക്കുന്ന അറിവാണ്. അപ്പം ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് അക്കാഡമിക്, സമൂഹത്തിൽ നിന്ന്, ജീവിത അനുഭവങ്ങളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് സ്വയം നേടിയെടുക്കുന്നത്. ഇതെല്ലാം കൂടെ കൂടിയാണ് നമ്മുടെ ഭഗവത്ഗീതയിൽ പറയത്തില്ലേ, യോഗ കർമ്മസു കൗശലം. ഒരു വ്യക്തി തൻ്റെ ജീവിതം കൗശലത്തോടുകൂടി കർമ്മനിരതനായി ജീവിച്ചാൽ അവന് വിജയകരമായ ജീവിതം നയിക്കാം. അതായത് ഒരു കുട്ടിയാണെങ്കിൽ സ്വന്തം വീട്ടിലാണെങ്കിൽ അച്ഛൻ, അമ്മ, മക്കൾ ഇവരെല്ലാവരും കൂടി ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ്, പരസ്പരം ഷെയർ ചെയ്ത് പരസ്പരം അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് വീട്ടിൽ കുട്ടികൾക്ക് പോലും ഒരു സ്ഥാനമുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അതായത് ഒരു വീട്ടിലൊരു കുട്ടി, ഒരു ബന്ധു വന്നാൽ, വീട്ടിലൊരാൾ വന്നാൽ അവരോട് സംസാരിക്കാനുള്ള അനുവാദം പോലും ഇന്ന് പല വീടുകളിലും കുട്ടികൾക്കില്ല. കുട്ടികൾ മൊബൈലുമായിട്ട് ഒരു റൂമിലിരിക്കും, അല്ലെങ്കിൽ വരുന്നവർ അച്ഛനമ്മമാരോട് സംസാരിക്കാനുള്ളതാണ്. നമുക്കതുമായിട്ട് ബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതിലെന്ത് കാര്യം എന്നുള്ള ഇതിൽ അവർ മാറ്റിയിരുത്തും. അതല്ല, എല്ലാവരുമായിട്ട് കുട്ടികളെ മിങ്കിൾ ചെയ്യാൻ അനുവദിക്കുക. അപ്പോഴാണ് സാമൂഹ്യമായ അറിവ് അവർക്കുണ്ടാകുന്നത്. അതല്ല എങ്കിൽ കുട്ടികൾ അവരുടേതായ വഴിക്ക് പോകും. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ആയിട്ട് തൻ്റെ മക്കൾ എങ്ങനെ പോകുന്നു അന്ന് അന്വേഷിച്ചാൽ പോരാ, അതിപ്പോഴത്തന്നെ ശ്രദ്ധിക്കണം. 6 വയസ്സ് മുതൽ അവന് മൂല്യബോധമുള്ള അറിവുകൾ പറഞ്ഞു കൊടുക്കണം. കുട്ടികളുടെ സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞല്ലോ, 25% അറിയവന് കിട്ടുന്ന കുട്ടികളിൽ നിന്നാണ്, കൂട്ടുകാരിൽ നിന്നാണ്. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിലും അച്ഛനമ്മമാർക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അമ്മമാർക്ക് ഒരു നല്ല സ്ഥാനമുണ്ട്. കുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല മൂല്യബോധമുള്ള മാതാപിതാക്കളുടെ മക്കൾ, അങ്ങനെയുള്ള കുട്ടികളെ വേണം ഞങ്ങളുടെ മക്കളുടെ സുഹൃത്തുക്കളെ എടുക്കാൻ. കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ 25% അക്കാദമിക് നോളജിൽ സ്കൂളിൽ നിന്നാണ് കിട്ടുന്നതെന്ന് പറഞ്ഞില്ലേ.
ആ സ്കൂൾ നല്ല സ്കൂളായിരിക്കണം. നല്ല സ്കൂളെന്ന് പറഞ്ഞാൽ നല്ല അധ്യാപകർ, മൂല്യബോധമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന സ്കൂളുകളാണ് നല്ല സ്കൂളെന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള സ്കൂളുകൾ തിരഞ്ഞെടുത്ത് നമ്മളെ മക്കളെ പഠിപ്പിക്കുക. അവർ നിത്യവും സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പം അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അച്ഛനമ്മമാർ അവരുടെ ബാഗുകൾ പരിശോധിക്കുക. എന്ന് വെച്ചാൽ അവരെ ഒരു കുറ്റവാളികളാക്കി പരിശോധിക്കുകയില്ല. അതായത് നമ്മൾ പറയുന്നത് എന്താണ്, ഒരു ഹെലികോപ്റ്റർ പേരൻറ്റിങ് എന്ന് പറയും. അതായത് അവരെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് എല്ലാ മൂമെൻറ്റും നമ്മൾ മാതാപിതാക്കൾ ഒബ്സർവ് ചെയ്തിരിക്കണം. പക്ഷെ അവരെ അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുവെന്ന് അവരറിയുകയും പാടില്ല. അങ്ങനെ വേണം നമ്മൾ അവരെ കാര്യങ്ങൾ. അപ്പോൾ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സൊക്കെ ആയാലും അവർ വഴിതെറ്റിപ്പോയില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമാകുന്നത് 6 ഘട്ടങ്ങളിലൂടെയാണ്. ബാല്യം, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അത് കഴിഞ്ഞ് മരണത്തിലോട്ട് പോകുന്നു ഇല്ലേ? അപ്പോൾ ഈ ശൈശവത്തിൽ അമ്മമാരാണ് അവനെ സംരക്ഷിക്കുന്നത്. ശൈശവം, ബാല്യത്തിലും അച്ഛനമ്മമാരുടെ നിയന്ത്രണത്തിലാണ്. ആ കൗമാരത്തിലും അങ്ങനെ തന്നെയാണ്. സ്കൂള്, അധ്യാപകർ, വീട്ടുകാർ, സുഹൃത്തുക്കൾ എല്ലാം. അപ്പോൾ അവൻ്റെ സ്വഭാവ രൂപീകരണം നടക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ ആദ്യത്തെ 3 ഘട്ടങ്ങളിലാണ്. ശൈശവം, ബാല്യം, കൗമാരം അല്ലേ? യൗവനത്തിൽ ആയിക്കഴിയുമ്പോൾ അവൻ്റെ സ്വയമായിട്ട് അവനെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനും തൻ്റെ പാത തിരഞ്ഞെടുക്കാനും അവന് പ്രാപ്തമാകും. അപ്പോൾ ഒരു 16-18 വയസ്സ് വരെ, അതായത് അവൻ്റെ ബേസിക് വിദ്യാഭ്യാസം കഴിയുന്നവരെ അവനെ ശരിയായ ദിശയിലൂടെ നിയന്ത്രിച്ച് മൂല്യബോധം ഉണ്ടാക്കി കൊടുത്ത് അവനെ വളർത്തിയാൽ പിന്നീട് അവൻ വഴിതെറ്റിപ്പോവില്ല. പിന്നെ അല്പനിമിഷ നേരത്തെ ഒരു സുഖത്തിന് വേണ്ടി ഡ്രഗ്സിന് അല്ലെ കഞ്ചാവിൻ്റെ പുറകെ പോകണമെന്നുള്ള ബോധം അവനുണ്ടാകില്ല. താൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളൊരു ബോധം അവനുണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് സാമൂഹിക ബോധം കൊടുത്ത് നമ്മൾ എന്തിനാണ് കുട്ടികളെ ഈ പുരാണങ്ങളും ഇതൊക്കെ പഠിപ്പിക്കുന്നത്? രാമായണം, മഹാഭാരതം, ഭാഗവതം, ഇതിലെ കഥകളെല്ലാം പഠിച്ച് അതുപടി നല്ലപോലെ അനുകരിക്കാനാണോ? അല്ല. കാരണം എന്താണ്, 100-120 കഥാപാത്രങ്ങളുള്ള രാമായണങ്ങൾ, പ്രധാനമോ അപ്രധാനമായ 20 പ്രധാന കഥാപാത്രങ്ങൾ, 120 അല്ല 100 കണക്കിന് കഥാപാത്രങ്ങളുള്ള മഹാഭാരതം. നല്ല കഥാപാത്രങ്ങളുണ്ട്, മോശം കഥാപാത്രങ്ങളുണ്ട്. ഇവരുടെയൊക്കെ ജീവിത അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ ഉരുത്തിരിഞ്ഞെടുത്ത് നല്ല സന്ദേശങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത്. അല്ല ഭാഗവതം വായിച്ച് അല്ലെങ്കിൽ ഭഗവത്ഗീത പഠിച്ചാൽ അവൻ സ്വർഗത്തിലോട്ട് പോകും എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കരുത്. അത് പഠിച്ച് അതിൽ നിന്ന് കിട്ടുന്ന മൂല്യങ്ങൾ ഉൾക്കൊണ്ടാൽ തൻ്റെ ജീവിതം വിജയകരമാകും. അതാണ് യോഗ കർമാസു കൗശലം എന്ന് പറയുന്നത്. കൗശലപരമായി ബുദ്ധിപൂർവമായിട്ട് നമ്മൾ സമൂഹത്തിൽ ജീവിതത്തെ നേരിടാനുള്ള പ്രാപ്തി നമുക്ക് ഉണ്ടാക്കിത്തരുന്നു, മൂല്യബോധം ഉണ്ടാക്കിത്തരുന്നു. അതുകൊണ്ട് മാതാപിതാക്കൾ ചെയ്യേണ്ടത് കുട്ടികളെ 6 വയസ്സ് മുതൽ അവർക്ക് മൂല്യബോധങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതല്ലെങ്കിൽ എന്താ പറ്റും, എന്താണ് 10-20 വയസ്സാകുമ്പോൾ അവർക്ക് മനസ്സിലാകും താൻ പോയ വഴി തെറ്റിപ്പോയി. പക്ഷേ ഇനി മാറാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ അവൻ ചെന്നെത്തിയാൽ പിന്നെ അവനെ ധ്യാന കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ ചികിത്സാ കേന്ദ്രങ്ങളിലൊക്കെ കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. കാരണം അവരെ ബോധ്യമായി തനിക്കിനും ഇനി ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറ്റം അത്ര എളുപ്പമാവില്ല. മഹാഭാരതത്തിലെ ആരാണ് ശ്രീകൃഷ്ണനോട് പറയുന്നില്ലേ ധൃതരാഷ്ട്ര, ജാനാമി ധർമ്മം നചമേ പ്രവർത്തി, ജാനാം അധർമ്മം നചമേ നിവർത്തി. ധർമ്മം എന്തെന്ന് എനിക്കറിയാം, പക്ഷെ അത് പ്രവർത്തിക്കാനാകുന്നില്ല. കാരണം എൻ്റെ സാഹചര്യം അതാണ്, ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ അങ്ങനെയാണ്. ജാനാം അധർമ്മം നജമേ നിവർത്തി. അധർമ്മം എന്തെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അധർമ്മം തന്നെ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് നിവർത്തനാകാനും എനിക്ക് സാധിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇട്ടിപ്പോയി. അതാണ് തൻ്റെ ധർമ്മസങ്കടം. നമ്മൾ എപ്പോഴും പറയാറല്ലോ ഒരു ഭയങ്കര ധർമ്മസങ്കടമായിപ്പോയി. ഈ ധർമ്മസങ്കടം എന്ന് പറയുന്നത് ധൃതരാഷ്ട്രരോട് കൃഷ്ണനോട് പറഞ്ഞു കൊടുത്ത ആ ധർമ്മത്തെ അറിഞ്ഞിട്ടും പ്രവർത്തിക്കാനാകാതെ വരുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ദുഃഖങ്ങളാണ്, പ്രയാസങ്ങളാണ്. അതിനാണ് ധർമ്മസങ്കടം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ധർമ്മസങ്കടത്തിൽ പെടാതെ നമ്മുടെ കുട്ടികളെ ശരിയായ ദിശയിൽ നയിക്കണമെങ്കിൽ നമ്മൾ എക്സൈസുകാരോ പോലീസുകാരോ കസ്റ്റംസോ ഒക്കെ വന്ന് ക്ലാസ് എടുത്ത് 10-20 വയസ്സാകുമ്പോൾ അല്ലെ 10-18 വയസ്സായ കുട്ടികളെ വിളിച്ചിരുത്തി ക്ലാസ് എടുത്തുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. 6 വയസ്സിൽ നമ്മൾ അവൻ്റെ മൂല്യം
ബോധം അവന് സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസം. അച്ഛനമ്മമാർക്ക് കഴിവില്ലെങ്കിൽ അത് കഴിയില്ലെങ്കിൽ അവർക്കും ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തണം. നല്ല അധ്യാപകരെ കൊണ്ട് അവരെ പഠിപ്പിച്ച് അവരെ മൂല്യബോധത്തോടെ വളർത്തിയാൽ എല്ലാവിധത്തിലും സമൂഹത്തിലെ നല്ലവരായി ആ കുട്ടികൾ വളരും. അവരുടെ മൂല്യബോധം വളരും. അവരുടെ ജീവിതം ആദ്യത്തെ 3 ഘട്ടങ്ങളിൽ നിങ്ങളുടെ യുവത്വത്തിലോട്ട് അവർ എത്തുമ്പോൾ പിന്നെ ആ ജീവിതം വിജയകരമായി യോഗ, കർമാസ കൗശലത്തോടുകൂടി ബുദ്ധിപരമായ ഒരു വിജയകരമായ ജീവിതം ബാക്കി 3 ഘട്ടങ്ങളിലും യുവത്വം, വാർദ്ധക്യം, പിന്നെ മരണത്തിൽ സന്തോഷത്തോടെ തനിക്ക് മരിക്കാനും സാധിക്കുന്നു. അങ്ങനെയൊരു ഘട്ടത്തിലിട്ട് നമ്മുടെ പുതിയ തലമുറയാവൊരു വിധത്തിൽ നമ്മൾ വാർത്തെടുക്കാൻ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കണമെന്നുള്ള സന്ദേശമാണ് എനിക്ക് ഇന്നത്തെ സന്ദേശമായി പറയാനുള്ളത്. നന്ദി, നമസ്കാരം.